കറിയിൽ നിന്ന് മുടി കെട്ടി. തലയിൽ മുടിയുള്ള പെണ്ണുങ്ങ കറി വെച്ചാൽ ചിലപ്പോൾ മുടിയെല്ലാം ഉണ്ടാവും, നമ്മളെ പറയിലെ പെണ്ണുങ്ങൾക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് എടുത്തിരിങ്ങനെ ലേലം വിളിക്കാൻ നിൽക്കണ്ട. 1 2 3 അത് എടുത്ത് മാറ്റിച്ച് ബാക്കി കഴിച്ചാൽ പോരെ, വിഷമൊന്നും അല്ലല്ലോ. അപ്പൊ മൂപ്പരെന്ത് ചെയ്ത്, മൂപ്പരാളാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു, എപ്പോ ഇങ്ങനെ ഉസ്താദ് എനിക്ക് ഈ പുരയിലേക്ക് ഒരാളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി നാണക്കട ഇവളേപ്പാൻ വെച്ചാൽ ഇങ്ങനെ ആളെ മുമ്പൊന്ന് പറശാക്കാൻ പാടില്ല. അല്ലോ, ആ പെണ്ണിന്റെ ആ സഹോദരിയുടെ ആ ഉമ്മന്റെ മനസ്സിന്റെ വേദന മരിച്ചാലും ഈ വഷളാക്കിയത് മാറിപ്പോകൂല. അതേ സമയത്ത് ഉസ്താദിനോട് പറയാ, അല്ലെങ്കിൽ മറ്റുള്ള അതിഥികളോട് പറയാ, എന്താണെന്നറിയില്ല, അവൾ നേരത്തെ ഉസ്താദ് വരുന്ന വകയിൽ ആകെ ബേജാറില്ല, അങ്ങനെ അറിവറിയായിട്ട് എന്തോ പറ്റിപ്പോയതാ, ഇങ്ങനത്തെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവം എന്ന് പറഞ്ഞു സമാധാനിപ്പിക്കാം. ബാക്കിൽ പോയിട്ട് പറയും, നീ എന്ത് പണിയെടുത്തത് ഉസ്താദിന്റെ മുമ്പ്, ഞാൻ വഷളായില്ലേ എന്ന് ചോദിച്ചാൽ അതൊരു സ്നേഹത്തിന്റെ ഉണർത്തലാണ്, നസീഹത്തുണ്ട്. മറ്റൊരാളെ വഷളാക്കുന്ന പരിപാടിയാണ്, മനസ്സ് വേദനിപ്പിക്കുന്ന പരിപാടിയാണ്. നിന്റെ കുടുംബം കുളം തോണ്ടാനത് കാരണമാണ്. മാ അക്രമൻ നിസാ ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. തരം താഴ്ന്നവനല്ലാതെ പെണ്ണുങ്ങളെ ആക്ഷേപിക്കൂല, ഭാര്യമാരെ ആക്ഷേപിക്കൂല. നല്ല സ്വഭാവത്തിൽ പെരുമാറണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോട് വളരെ നല്ല സൗഹൃദത്തിലാണ് പെരുമാറിയത്. എന്താ വേണ്ട അറിയോ, നമ്മൾ പെണ്ണുങ്ങളുടെ ഖിദ്മത്തുകളെ നമ്മളൊന്ന് വിലയിരുത്തണം. ആദ്യം തന്നെ വീട്ടിന്റെ ഉള്ളിൽ ക്യാമറ വെക്കണം. ക്യാമറ വെക്കുന്നത് വേറെ ആരും വരുന്നുണ്ടോ നോക്കാനല്ല, ഈ പെണ്ണുങ്ങൾ, ഞാൻ പറഞ്ഞ ആത്മീയമായ ക്യാമറ വെക്കാനല്ല. ഒന്ന് വെച്ച് നോക്കണം, എത്രയാണ് പെണ്ണുങ്ങൾ രാവിലെ നടക്കുന്ന പോരൻ്റെ ഉള്ളൊന്ന്. സുബ്ഹാന ജല്ല ജലാലു, അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. രാവിലെ പെണ്ണുങ്ങൾ സുബഹിക്ക് എഴുന്നേറ്റ് അല്ലെങ്കിൽ തഹജ്ജുദിന് എഴുന്നേറ്റ്, അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. പെണ്ണുങ്ങളില്ലേ വേലയേക്കാൻ? ഇല്ലേ? രാവിലെ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് സുബഹിക്ക് എഴുന്നേറ്റ് കുറച്ച് ഖുർആൻ ഓതി, നല്ല പറയങ്ങാനത്തെ പെണ്ണുങ്ങളൊക്കെ നല്ല പെണ്ണുങ്ങളാ, കുറച്ച് ഖുർആൻ ഓതി. അപ്പോഴത്തേക്ക് മക്കൾ പോകണ്ടേ, മക്കളെല്ലാം പോയില്ലേ, മക്കളൊക്കെ മദ്രസയിലേക്കണ്ടേ, ചില മക്കൾ മദ്രസയിൽ സ്കൂളിൽ പോണ മക്കളുണ്ടാവും. അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് 3-4 കുട്ടികളായുള്ള വീട്ടിൽ നിന്ന് കരുതുക, ഒരു 10 കൈകൊണ്ട് പണിയെടുത്താലൊന്നും ആ രാവിലത്തെ നാസ്തയും കറിയൊന്നും ആവൂല. നമ്മളെ കുട്ടികളല്ലേ. ഒരു കുട്ടി പറയാണ്, എനിക്ക് മുട്ട റോസ്റ്റ് വേണം. രാവിലെ എഴുന്നേറ്റിട്ട് സ്കൂളിൽ കൊണ്ടുപോകേണ്ട സാധനം, അല്ലെങ്കിൽ പോകുമ്പോൾ കഴിക്കാനുള്ള സാധനം. ഇപ്പൊ മറ്റോ പറയാ, എനിക്ക് കടലക്കറി തന്നെ വേണം. 5 സ്റ്റാർ ഹോട്ടലിൽ പോയ പോലെ പിള്ളേർ ഉമ്മാനോട് പറയാ. ഏതെങ്കിലും ഉമ്മ രാവിലെ ചട്ടവനെടുത്തിട്ട് മക്കളെ കൈക്കടിച്ചോ? ഇല്ല. ഉമ്മ സ്പീഡാക്കാണ്. അപ്പൊ കൊരുത്തം പറഞ്ഞു, എന്റെ പെൻസിൽ കാണുന്നില്ല. UKG-കാരൻ ഇന്നലെ പെൻസിൽ ആ സോഫന്റെ ഉള്ളിൽ ഇട്ടതാ. സുബ്ഹാനല്ലാഹ്, ഇനി അടുത്ത പുര വിളിക്കുമ്പോ കാണുള്ളൂ, ഇനിയിപ്പം മുമ്പിൽ വരിക കാണൂല. ഇതതിൻ്റെ ഉള്ളിൽ പോയി. അന്ന് നോക്കുമ്പോഴത്തേക്ക് 4ാം ക്ലാസ്സുകാരിന്റെ ബോക്സ് തന്നെ ഇല്ല. അപ്പോഴത്തേക്ക് 7ാം ക്ലാസ്സുകാരി 8ാം ക്ലാസ്സുകാരി പറയാണ്, എന്റെ യൂണിഫോം ഇസ്തിരി ഇട്ടിട്ടില്ല. കണ്ടങ്ങള്, ഇതെല്ലാം ആരാ ചെയ്യാ? നമ്മളെ പെണ്ണുങ്ങൾ പറയുന്ന രാവിലെ എടുക്കണ പണിയായത്. അങ്ങോട്ടോടി സ്റ്റോർ റൂമിലേക്ക് പെൻസില്, ഡ്രോയിങ്, സ്കൂൾ പുസ്തകം, സ്കൂളിലുള്ള പാഠ്യ പുസ്തകങ്ങൾ വരെ അട്ടിക്കട്ടിക്ക് വെച്ച് നോട്ടും വെച്ചിട്ട് കൊടുത്തിട്ട് ഒരു മുത്തവും കൊടുത്തിട്ട് കൊണ്ടുവിടുന്നില്ലേ? ഇതൊരു ഓട്ടോമാറ്റിക് മെഷീൻ അല്ല, ഇത് നമ്മളെ പെണ്ണുങ്ങളാ ഇത്. സുബ്ഹാന ജല്ല ജലാലു, എത്ര മണിക്കൂറായി ഓടുന്നറിയോ, എന്തൊരു ടെൻഷനാന്നറിയോ. ഇതെല്ലാം കൂടിയിട്ട് അങ്ങോട്ട് നടക്കുമ്പം നമ്മൾ ആചാര്യണ്ടല്ലോ, മൂപ്പര് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് പത്രം ഇങ്ങനെ വായിക്കുന്നു. എന്തൊരു വായിക്കല്, സുബ്ഹാനല്ലാഹ്. ഇയാള് പത്രം വായിക്കുന്ന കണ്ടാ വായിക്കുന്ന നരേന്ദ്രമോദി നാളെ പോവും, അങ്ങനത്തെ വായിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ തൂങ്ങിച്ചത്തത് ഇയാൾ വായിക്കണം. അയാളെ ഭാര്യ, അയാളെ ഭർത്താവ്, അയാളെ ഉപ്പ ഉമ്മ, ഇത്ര മക്കള് ഇല്ല കാണാണ്ട് പഠിച്ചിരുന്നാ ആയിഷത്തും വ ഹഫ്സത്തും വ സൗദാ സഫിയത്തും മൈമൂനത്തും വ റംലാ ഹിന്ദും വ സൈനബും കദാ ജുബൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹത്തും മർളിയാ റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. മുത്തനബിന്റെ ഭാര്യമാരാണ്. ഓരെല്ലാം പഠിച്ചാൽ നമ്മൾ സ്വർഗത്ത് പോകാൻ എളുപ്പ. ഈ തൂങ്ങിച്ചത്ത മനുഷ്യന്റെ ഭാര്യന്റെയും ഉപ്പാരെയും പേരും മക്കളെ പേരും വായിച്ചിട്ട് എനിക്കെന്താ കാര്യം? രാവിലെ വായിക്കുന്നതാണ് എന്തോ ഒരു വായിക്കല. സുബ്ഹാനല്ലാഹ്, പത്രം കാണാണ്ട് പഠിക്കാൻ. അതിന്റെ ഇടയിൽ മൂപ്പര് കട്ടൻ ചായ ഇട്ടിട്ടില്ല. ആരോട്? നമ്മളെ മക്കളെ സ്കൂളിലാക്കുന്ന വേണ്ടിയിട്ട് പെടാപ്പാട് പെടുന്ന ഈ ഭാര്യനോട് തന്നെ കട്ടൻ ചായ. പക്ഷെ നമ്മളെ പെണ്ണുങ്ങൾ എത്ര നല്ല പെണ്ണുങ്ങളാണെന്ന് അറിയോ? അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. പെണ്ണുങ്ങൾ കുറച്ച് ആമീൻ പറഞ്ഞു, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പെണ്ണുങ്ങൾ നേരെ ഉണ്ടെങ്കിലേ നമുക്ക് വേലയേക്കാൻ വേണ്ടിയിട്ട് ആഫിയത്തോടെ ഇരിക്കാൻ കഴിയൂ, ഇല്ലെങ്കിൽ എല്ലാം പോവും. പെണ്ണുങ്ങൾ നല്ല ഉഷാറിൽ കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ എൻ്റെ നാട്ടിലൊരു സംഭവം ഉണ്ടായി. കട്ടൻ ചായ കൊടുത്തപ്പോ ഇയാൾ വായിക്ക് വെച്ചിട്ട് ഒരൊറ്റ ഒഴിക്കല നിലത്തേക്ക്.
ചൂടുള്ള കട്ടൻ ചായ, പെണ്ണുങ്ങളെ കാലിന് കൊള്ളാത്ത ഭാഗ്യം. എന്താ സംഗതി അറിയോ? എൻ്റെ നാട്ടിൽ ഉപ്പിനും പഞ്ചസാരക്കും ഒരേ നിറ, ഒരേ കളറാ. അടുത്തടുത്ത പാത്രത്തിലാണ് ഇത് വെച്ചത്. ഈ സാധു പഞ്ചസാര എന്ന് കരുതിയിട്ട് കട്ടൻ ചായയിലിട്ട് ഉപ്പായിപ്പോയി. മനഃപൂർവ്വം ഇട്ടല്ല, അങ്ങനെ ആയിപ്പോയതാ. ഞാൻ ഉദാഹരണം പറഞ്ഞതാ. ഇങ്ങനെയൊക്കെയാണ് അധിക കുടുംബത്തിനും കുഴപ്പമുണ്ടായാലും. ചെറിയ വിഷയത്തിനാണ് അടി ഉണ്ടാകുക, ചെറിയ വിഷയത്തിനാണ് പ്രശ്നം ഉണ്ടാകുക. എത്രയാണ് അവർ അധ്വാനിക്കുന്നത്, എത്രയാണ് അവർ കഷ്ടപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഒരൊറ്റ ദിവസം ദുനിയാവിൽ ഒരു ലീവില്ലാതെ പണിയെടുക്കുന്ന ഒരു ടീം നമ്മളെ പെണ്ണുങ്ങളാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഗൾഫുകാർ നാട്ടിലേക്ക് വന്നാൽ കുറച്ച് ദിവസം ലീവ് ഉണ്ടാവൂലേ? ബാംഗ്ലൂരിൽ നിന്ന് വന്നാൽ കുറച്ച് ദിവസം ലീവ് ഉണ്ടാവൂലേ? പെണ്ണുങ്ങൾക്ക് ലീവില്ല. പെണ്ണുങ്ങൾ റമദാൻ മാസമല്ലേ ഇനി വരാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇത് ജമാഅത്തുൽ ആഖിറ ഇപ്പൊ റജബ് അടുത്ത മാസം. അല്ലാഹു ബാരിക്കൽനാ ഫീ റജബിൻ വശഅബൻ. വരക്കാൻ ഒരു മാസമേ ഉള്ളൂ. റമദാൻ മാസം വന്നാൽ നമ്മളെ പെണ്ണുങ്ങളോട് നമ്മളെല്ലാം ഉറങ്ങുമ്പോൾ, റമദാൻ മാസം തറാവീഹ് നിസ്കരിച്ച് വന്ന് ഉറങ്ങൂലേ, അന്നേരം പെണ്ണുങ്ങളോട് വസിയത്ത് ചെയ്യും. എന്താ വസിയത്ത് അറിയാം? ഞാൻ മരിച്ചാൽ ഇത് പറയിൻ്റെ പേരിൽ അകല്ല. പിന്നെന്താ വസിയത്ത്? എന്നെ ബാങ്ക് കൊടുക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് വിളിച്ചാൽ മതി. മനസ്സിലായിട്ടില്ല? അത്താഴം വയ്ക്കാൻ 15 മിനിറ്റ് മുമ്പ് വിളിച്ചാൽ മതി. അപ്പോൾ നമ്മളെ പെണ്ണുങ്ങൾ വിചാരിക്കുന്നത് കറക്റ്റ് ഉസ്താദ്, നല്ല ഉസ്താദ് കേട്ടാ, ഇങ്ങനത്തെ ഉസ്താദ് ഇതുവരെയുള്ള വേദന വന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ പെണ്ണുങ്ങൾ? എല്ലാ പറയിലും തന്നെ അവസ്ഥ. നമ്മളെ 15 മിനിറ്റ് മുമ്പ് ഇവർ വിളിക്കണമെങ്കിൽ 1.5 മണിക്കൂർ മുമ്പ് ഇവർ എഴുന്നേൽക്കണം. ഭക്ഷണം എല്ലാം റെഡിയാക്കിയിട്ട് ഒരിക്കൽ വിളിച്ച് ഓൻ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. രണ്ടാമത് ബാങ്ക് കൊടുക്കാനെ എണീക്ക്, ഓൻ ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. സുബ്ഹാനല്ലാഹ്. ലാസ്റ്റ് ഒരു ഹലാക്കിന്റെ ഒരു വർത്തനുണ്ട് പെണ്ണുങ്ങൾ. ഈ ചോറും കറിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ മുസീബത്ത് നിങ്ങളെ വിളിക്കൽ ഹലാക്കായി പോട്ട്. അപ്പോൾ നിങ്ങളെ നോമ്പും പോയി വരുന്നെല്ലാം പോയിട്ടാകുമ്പോൾ ഞമ്മെല്ലാം എണീച്ചിട്ട് പല്ലിയേക്കാൻ പോകും. കണ്ടോ എന്തിനാണ് ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? നേരത്തെ എണീച്ചൂടെ, ഒരു 2 റക്അത്ത് നിസ്കരിച്ചൂടെ. വസല്ലി ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബഹിക്കും എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കും മോനെ, സമാധാനത്തിൽ സ്വർഗ്ഗത്തിൽ പോയിക്കോന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ പറഞ്ഞ സമയം വഖ്തു സഹർ, അത്താഴ സമയം, ഏറ്റവും നല്ല സമയം. ചുരുണ്ടുകൂടി ഉറങ്ങുകയാണ്. പെണ്ണുങ്ങൾ വിളിച്ചാലും എണീക്കൂല. ഏറ്റവും നമ്മളെ പയങ്ങാനത്തെ പെണ്ണുങ്ങളൊന്നും പോയി ചോദിച്ചോക്ക് ശരി തന്നെയല്ലേ? ഓർക്ക് ഭക്ഷണം ഉണ്ടാക്കലൊന്നും നല്ല പണി. ഈ മാപ്പിളിനെ വിളിക്കല, നമ്മളെ മക്കളെയും അത് എണീപ്പിക്കൽ ഭയങ്കര പണിയാണ്, ബുദ്ധിമുട്ടാണ്, മുസീബത്താണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ പറയട്ടെ, പെരുന്നാൾക്ക് നോമ്പിനെല്ലാം കഴിഞ്ഞില്ലേ? പെരുന്നാളായി. പെരുന്നാള് നമ്മളെല്ലാം പോയി ഡ്രസ്സെല്ലാം കൂടി കൊണ്ടുവന്നല്ലേ? നമ്മൾ ക്ലാസ്സിന് പോയി, പെണ്ണുങ്ങളും വനിതാ ക്ലാസ്സിനെല്ലാം പോയി പഠിച്ചു. ചെറിയ പെരുന്നാള് എന്തെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ചായ കുടിച്ചിട്ട് പോകലാണ് സുന്നത്ത്. അപ്പം നെയ്പ്പത്തിലും ബീഫും അത് നിസ്കരിച്ച ഉടനെ നമ്മൾ പെണ്ണുങ്ങൾ ഉണ്ടാക്കി അത് കഴിച്ചിട്ട് നമ്മൾ പള്ളിയിൽ പോയത്. നമ്മൾ പള്ളിയിൽ പോയിട്ട് നമ്മൾ ചങ്ങായിമാരിലാണ്ട് സെൽഫിയെല്ലാം എടുത്തിട്ട് തിരിച്ചു വന്ന് ബിരിയാണി വയ്ക്കാൻ. ഈ പെണ്ണുങ്ങൾക്ക് വാങ്ങി കൊടുത്ത കുപ്പായല്ലുണ്ട്, സാരിയോ ചുരിദാറോ എന്തെല്ലോ സാധനമെല്ലാം ഉണ്ട്. ഇത് ഇട്ടോ ഈ സഹോദരി? ഇല്ല, ഓൾ അടുപ്പിന്റെ മുകളിൽ നിന്ന് പെരക്കിക്കൊണ്ടിരിക്കല്ലേ എന്ന്. സുബ്ഹാനല്ലാഹ്. ഈ പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ബിരിയാണി ആണ്ടേ. ഞാൻ പറയുന്നു, ഒരൊറ്റ ദിവസം ലീവില്ലാതെ റബീഉൽ അവ്വലെല്ലാം ജാഥ റാലി ഇങ്ങനെ പോകും. പെണ്ണുങ്ങൾ ജനലിലൂടെ ഇങ്ങനെ ഒത്തി നോക്കും, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. എന്തായാലും ഇറങ്ങണ്ടോ ഇല്ല. എന്താ സംഗതി അറിയോ? മറ്റേ കൈമ ഇതുണ്ടാവും, ചട്ടോൻ. അത് എടുത്തിട്ടാ വരിക. അടുക്കളയിൽ നിന്ന് വന്നതാ, ഒച്ച കേട്ടിട്ട് നല്ല സൗണ്ട് കേട്ടിട്ട് വന്നതാ, ജനലിനുള്ളിലൂടെ നോക്കാം, മക്കളെ റാലി നോക്കാൻ വേണ്ടിയിട്ട്. അത്രമാത്രം എല്ലാ ദിവസവും പണിയാണ്. അങ്ങനെയാണ് സഹോദരിമാര് ചെയ്യുന്നത്. പക്ഷേ ഈ സേവനത്തെ പുരുഷന്മാർ അറിയുകയും അവർക്ക് വേണ്ട പരിഗണനയും കൊടുക്കണമെന്നാ പറഞ്ഞത്. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ.